Good afternoon. Welcome back to HSS English Classroom. ഇന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് റിപ്പോർട്ടഡ് സ്പീച്ച്, എങ്ങനെ റിപ്പോർട്ടഡ് സ്പീച്ച് അല്ലെങ്കിൽ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിൽ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് റിപ്പോർട്ടഡ് സ്പീച്ച്. 4 മാർക്കിനാണ് റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. A+ നേടുന്നതിന് പലപ്പോഴും പല വിദ്യാർത്ഥികൾക്കും തടസ്സമാകുന്നത് ഈ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. പൂർണ്ണമായി ശരിയായി റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നവർ 10% താഴെയാണെന്നാണ് ഒരു കണക്കുകൂട്ടൽ. ഏതായാലും വ്യക്തമായി റിപ്പോർട്ടഡ് സ്പീച്ചിനെ കുറിച്ച് മനസ്സിലാക്കി നല്ല പരിശീലനം നടത്തി കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എളുപ്പം ക്രാക്ക് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഹയർ സെക്കൻഡറിയിലെ മറ്റൊരു പ്രധാന ഗ്രാമർ ക്വസ്റ്റ്യനായ എഡിറ്റിംഗ് എങ്ങനെ ചെയ്യാമെന്നതിനെ കുറിച്ച് കഴിഞ്ഞ 2 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ആ 2 വീഡിയോകളിലൂടെ കടന്നുപോയാൽ എഡിറ്റിംഗിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. അതേക്കുറിച്ച് കൂടുതൽ പറയാനുള്ളത് മറ്റൊരു വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നതാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ എങ്ങനെ റിപ്പോർട്ടഡ് സ്പീച്ച് ചെയ്യാമെന്നതിനെ കുറിച്ചാണ് വിശദീകരിക്കുന്നത്. എന്താണ് റിപ്പോർട്ടഡ് സ്പീച്ച് അല്ലെങ്കിൽ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് സ്പീച്ച്? ഒരാൾ പറഞ്ഞ കാര്യങ്ങൾ പിന്നീടൊരിക്കൽ നാം ആവർത്തിച്ച് പറയുന്നതോ അല്ലെങ്കിൽ ഒരിക്കൽ നടന്ന ഒരു സംഭവം പിന്നീടൊരിക്കൽ നാം വിശദീകരിക്കുകയോ ചെയ്യുന്നതിനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇതിനെ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്നും പറയാം. ഇങ്ങനെ പറയുമ്പോൾ ചില മാറ്റങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് പറയുന്ന ആ സെന്റൻസിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതിലൊന്ന് ടെൻസിന് വരുന്ന മാറ്റമാണ്. രണ്ടാമത്തത് ഉപയോഗിക്കുന്ന പ്രോനൗൺ ഹി, ഷീ തുടങ്ങിയ പ്രോനൗണിൽ വരുന്ന മാറ്റമാണ്. മൂന്നാമത്തത് സമയത്തിനും സ്ഥലത്തിനും വരുന്ന മാറ്റമാണ്. ഒരു ഉദാഹരണത്തിലൂടെ ഇത് വ്യക്തമാക്കാം. നാം ക്ലാസ്സിലിരിക്കുന്നു. സങ്കല്പിക്കുക, ടീച്ചർ നിങ്ങളിൽ ഒരാളോട് പറയുന്നു, യു ആർ വെരി ലേറ്റ്. ഈ കാര്യം ടീച്ചർ സെഡ് യു ആർ വെരി ലേറ്റ് എന്ന് പറയാം. ഇതേ കാര്യം നിങ്ങൾ വൈകിട്ട് വീട്ടിൽ പോയി ആവർത്തിക്കുകയാണെങ്കിൽ, ടീച്ചർ പറഞ്ഞ കാര്യം പറയുകയാണെങ്കിൽ 2 തരത്തിൽ നിങ്ങൾക്ക് ഇത് അവതരിപ്പിക്കാവുന്നതാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് പറയാം ടീച്ചർ സെഡ് യു ആർ വെരി ലേറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദ ടീച്ചർ സെഡ് ദാറ്റ് ഐ വാസ് വെരി ലേറ്റ്. ഇതിൽ രണ്ടാമത് പറഞ്ഞതിനെ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്നോ റിപ്പോർട്ടഡ് സ്പീച്ച് എന്നോ പറയാം. ആദ്യം പറഞ്ഞതിനെ, അതായത് ദ ടീച്ചർ സെഡ് യു ആർ വെരി ലേറ്റ് എന്നതിനെ ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയാം. എന്താണ് ആദ്യം പറഞ്ഞത് ഡയറക്റ്റ് സ്പീച്ച് ആവുന്നത്? എങ്ങനെയാണ് അത് ഡയറക്റ്റ് സ്പീച്ച് ആവുന്നത്? ടീച്ചർ പറഞ്ഞത് അതേപടി പറയുന്നതിനെയാണ് ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. വ്യക്തമാണല്ലോ, ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ നേരെ, അതേപടി പറയുന്നത്. ടീച്ചർ പറഞ്ഞ അതേ വാക്കുകൾ പറയാതെ നമ്മുടേതായ വാക്കുകളിൽ അത് സമയവും സന്ദർഭവും വാക്കുകൾ മാറ്റി നാം അവതരിപ്പിക്കുന്നതിനെയാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇവിടെ യു ആർ വെരി ലേറ്റ് എന്ന കാര്യം നാം വീട്ടിൽ പോയി റിപ്പോർട്ട് ചെയ്ത് പറയുമ്പോൾ ദ ടീച്ചർ സെഡ്, അതിനുശേഷം ഒരു ദാറ്റ് ചേർക്കുന്നു. പിന്നെ എന്താണ് ചെയ്തത്? യു എന്നുള്ളത് ഐ എന്നാക്കി മാറ്റി. പിന്നീട്
ആർ എന്നുള്ളത് വോസ് എന്നാക്കി മാറ്റി. അത്രയും മാറ്റങ്ങൾ ഈ സെന്റൻസിൽ വരുന്നു. മറ്റൊരു ഉദാഹരണം നോക്കാം. റാണി സെറ്റ് ഐ ആം ഓക്കെ നൗ. സാധാരണ പറയാറുള്ളതാണ്. റാണി സെറ്റ്, നിങ്ങളുടെ സുഹൃത്ത് റാണി നിങ്ങളോട് പറഞ്ഞതാണ്, ക്ലാസ്സിൽ വെച്ച് പറഞ്ഞതാണ്. ഐ ആം ഓക്കെ നൗ. അപ്പോൾ പുറത്തിറങ്ങി ആരോ നിങ്ങളോട് ചോദിക്കുന്നു, എന്തായിരുന്നു റാണി നിന്നോട് പറഞ്ഞത്? നീ ആവർത്തിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ അതേ സെന്റൻസ് ഐ ആം ഓക്കെ നൗ എന്ന് പറയുന്നതിന് പകരം റാണി പറഞ്ഞ കാര്യം നിങ്ങൾ ആവർത്തിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുക. റാണി സെഡ് ദാറ്റ് ഷീ വാസ് ഓക്കെ ദെൻ. എന്തൊക്കെ മാറ്റമാണ് വന്നത്? ഐ ആം ഓക്കെ നൗ എന്നുള്ളത് ഐ എന്നുള്ളത് പ്രൊനൗൺ ഷീ ആയി മാറി, ആം എന്നുള്ളത് വാസ് ആയി മാറി, നൗ എന്നുള്ളത് ദെൻ ആയി മാറി. നൗ ടൈമിനെ കാണിക്കുന്ന പദമാണ്. ഇപ്പോൾ എന്നുള്ളത് അത് അപ്പോൾ എന്നാക്കി മാറ്റം വരുത്തി. മറ്റൊരു ഉദാഹരണം. റാണി സെറ്റ് ഐ ഹാവ് ഡൺ മൈ വർക്ക്. റാണി സെറ്റ് ഐ ഹാവ് ഡൺ മൈ വർക്ക്. ആൻസർ റാണി സെഡ് ദാറ്റ് ഷീ, ഐ ഹാവ് എന്നുള്ളത് ഷീ, ഹാവിന് പകരം അതിന്റെ പാസ്റ്റ് ടെൻസ് ഹാഡ്, ഡൺ ഡൺ തന്നെ ഹാഡ് ഡൺ ഹർ വർക്ക്. മൈ വർക്ക് എന്നുള്ളത് ഹർ വർക്ക്. ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത് പറയുമ്പോൾ നാം ഇൻവേർട്ടഡ് കോമ ഒഴിവാക്കണം. ഡയറക്റ്റ് സ്പീച്ചിൽ ഇൻവേർട്ടഡ് കോമയുടെ ആവശ്യമുണ്ട്. കാരണം ഒരാൾ പറഞ്ഞത് അതേപടി പറയുമ്പോൾ ഇൻവേർട്ടഡ് കോമ വേണമെന്നത് നിങ്ങൾക്കറിയാം. റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ഇൻവേർട്ടഡ് കോമ ഒഴിവാക്കേണ്ടതാണ്. കാരണം വി ആർ നോ മോർ saying the exact words of the speaker. We are repeating the words in our own. We are repeating what your friend said in our own words. So we no more need inverted comma in reported speech. അപ്പോൾ ടെൻസ് ചേഞ്ച് ചെയ്യുന്നു, കോമ മാറ്റുന്നു, അതോടൊപ്പം തന്നെ സമയത്തെ കാണിക്കുന്ന പദങ്ങളിലും മാറ്റം വരുന്നു. എന്താണ്, പ്രോനൗണിൽ മാറ്റം വരും. ഇത്രയും മാറ്റങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനിയും കൂടുതൽ ഉദാഹരണങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതൽ ഇതിൽ വ്യക്തത വരുന്നതാണ്. ടോണി സെറ്റ് ഐ ബുക്ക്ഡ് എ ടിക്കറ്റ് ഫോർ ദ മൂവി യെസ്റ്റർഡേ. ടോണി സെറ്റ് ഐ ബുക്ക്ഡ് എ ടിക്കറ്റ് ഫോർ ദ മൂവി യെസ്റ്റർഡേ. ഇതിൽ എന്ത് മാറ്റമാണ് വരുന്നത് എന്ന് നോക്കാം. ടോണി സെഡ് ദാറ്റ് ഹി, ഐ ബുക്ക്ഡ് എന്നാണ് പറഞ്ഞത്, അത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഐ ബുക്ക്ഡ് എന്നുള്ളത് ടോണി എന്നത് മെയിൽ ആയതുകൊണ്ട് ഹി. ടോണി സെഡ് ദാറ്റ് ഹി ഹാഡ് ബുക്ക്ഡ് എ ടിക്കറ്റ് ഫോർ ദ മൂവി യെസ്റ്റർഡേ എന്നാണ് അവൻ പറഞ്ഞത്. അത് നാം ആവർത്തിക്കുമ്പോൾ ദ ഡേ ബിഫോർ എന്നാക്കി മാറ്റേണ്ടതുണ്ട്. നാം ടോണി പറഞ്ഞ അതേ സന്ദർഭത്തിലല്ല ഈ കാര്യം പറയുന്നത് എന്നതുകൊണ്ടാണ് ഈ ടെൻസിന്റെ ചേഞ്ച് ആവശ്യമായി വരുന്നത്. ഈ സെഡ് എന്ന് പറയുന്നത്, ടോണി സെഡ്, ഈ സെഡ് എന്നത് റിപ്പോർട്ടിംഗ് വേർബ് എന്നാണ് നാം പൊതുവെ വിളിക്കുന്ന പേര്. റിപ്പോർട്ടിംഗ് വേർബ് സെഡ് പാസ്റ്റ് ടെൻസിലായതുകൊണ്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നാം പാസ്റ്റ് ടെൻസിൽ പറയേണ്ടി വരുന്നത്. ചില സന്ദർഭത്തിൽ റിപ്പോർട്ടിംഗ് വേർബ് പ്രസന്റ് ടെൻസിൽ പറയാറുണ്ട്. ഉദാഹരണത്തിന് രാജു സെയ്സ് ഐ ആം വെൽ നൗ. ഓർ രാജു സെയ്സ് ഐ ആം ഹാപ്പി നൗ. ഇത് നാം റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ രാജു സെയ്സ് ദാറ്റ് ഐ ആം എന്നുള്ളത് ഹി ഈസ് ഹാപ്പി നൗ. മാറ്റേണ്ടതില്ല. അതേ സമയം തന്നെയാണ് നാം ആവർത്തിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇമാജിൻ ചെയ്യുക, നിങ്ങളും രാജുവും ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. നിങ്ങളുടെ ഫ്രണ്ട്സ് അടുത്ത് നിൽക്കുകയാണ്. രാജു നിങ്ങളോട് ചെവിയിൽ എന്തോ പറഞ്ഞു. ഇതാണ് പറഞ്ഞത്, ഐ ആം
ഹാപ്പി നൗ. അത് നിങ്ങൾ അപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളോട് ആവർത്തിക്കുകയാണെങ്കിൽ ടെൻസ് മാറ്റേണ്ട കാര്യമില്ല. കാരണം ആ പറഞ്ഞയാളും ആ സമയവും സന്ദർഭവും ഒക്കെ ഒരു മാറ്റവുമില്ലാതെ നിലനിൽക്കുകയാണ്. അപ്പോൾ രാജു എന്താണ് പറഞ്ഞതെന്നുള്ള കുറച്ച് ഉച്ചത്തിൽ മറ്റുള്ളവരോട് അറിയിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പറയാം. രാജു സെയ്സ് ദാറ്റ് ഹി ഈസ് ഹാപ്പി നൗ. അത് നമുക്ക് ലോജിക്ക് വെച്ച് മനസ്സിലാക്കാവുന്നതാണ്. റിപ്പോർട്ട് ചെയ്യുമ്പോൾ ടെൻസിന് മാറ്റം വരുന്നത് സമയവും സന്ദർഭവും മാറുന്നത് കൊണ്ടാണ്. പിന്നീട് ഒരിക്കലാണ് നാം ഒരാൾ പറഞ്ഞത് ആവർത്തിക്കുന്നത്. അത് കാരണമാണ് സമയവും അതേപോലെ തന്നെ ടെൻസും മാറി നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ പ്രോനൗൺ മാത്രം മാറ്റിയാൽ മതിയാവും. പ്രോനൗൺ, ഇൻവേർട്ടഡ് കോമ ഇവ ഒഴിവാക്കി നമുക്ക് പറയാവുന്നതാണ്. ഇത്രയും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ബാക്കി ഉദാഹരണങ്ങളിലേക്ക് കടക്കാം. പക്ഷേ പരീക്ഷയ്ക്ക് സാധാരണഗതിയിൽ വരുന്നത് റിപ്പോർട്ടിംഗ് വേർബ് പാസ്റ്റ് ടെൻസിലുള്ളത് തന്നെയാണ്. പലപ്പോഴും പരീക്ഷയിൽ വരുന്നത് ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അത് അല്പം കൂടെ കോംപ്ലിക്കേറ്റഡ് ആയ കാര്യമാണ്. ഈ കാര്യം മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ആ ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുന്നത് എളുപ്പം മനസ്സിലാക്കാൻ കഴിയും. സിമ്പിൾ പ്രസന്റ് ആണ് ഡയറക്റ്റ് സ്പീച്ചിൽ ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ അത് സിമ്പിൾ പാസ്റ്റ് ആയും, സിമ്പിൾ പാസ്റ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആയും ടെൻസിനെ ചേഞ്ച് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ സിമ്പിൾ പാസ്റ്റ് പെർഫെക്റ്റ് ഈ കാര്യം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഉദാഹരണം കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. മറ്റൊരു ഉദാഹരണം നോക്കാം. ഹി സെഡ് ഐ ലോസ്റ്റ് മൈ അംബ്രല യെസ്റ്റർഡേ. He said, I lost my umbrella yesterday. Answer, he said that. He lost എന്ന് പറഞ്ഞാൽ പോരാ, അത് സിമ്പിൾ പാസ്റ്റ് ആണ്, പാസ്റ്റ് പെർഫെക്റ്റ് ആക്കണം. He had lost his umbrella yesterday എന്നുള്ളതിന് സമയത്തെ അപ്പൊ പറഞ്ഞതാണ്, ഇന്നലെ എന്ന്. അപ്പൊ നാം ആവർത്തിക്കുമ്പോൾ the day before എന്ന് പറയേണ്ടി വരും. കാരണം സമയത്തിന്റെ റെഫറൻസ് ഇല്ലാതെ തൊട്ട് പറഞ്ഞ ദിവസത്തിൽ അല്ലെങ്കിൽ ആ സമയത്തിന് പറഞ്ഞതാണ്. അത് നമ്മൾ ആവർത്തിക്കുമ്പോൾ ദ ഡേ ബിഫോർ എന്ന് പറയേണ്ടി വരും. ഇങ്ങനെ സമയത്തിന്റെയും ടെൻസിന്റെയും വ്യത്യാസത്തിൽ അതേപോലെ തന്നെ കോമയും ഒഴിവാക്കി നമുക്ക് ആവർത്തിക്കുമ്പോൾ നാം പറയുന്നതാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇനി ഇതൊക്കെ ഇത്രയും നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. കമാൻഡ്, റിക്വസ്റ്റ് പോലെയുള്ള സെന്റൻസസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അല്പം ചില മാറ്റങ്ങൾ, നേരത്തെ പറഞ്ഞ പ്രോനൗൺ ചേഞ്ച് ചെയ്യുന്നതും ടൈം റെഫറൻസ് ചേഞ്ച് ചെയ്യുന്നതും ഒക്കെ അതേപടിയാണ്. പക്ഷേ ചില മാറ്റങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. ഉദാഹരണം പറയുമ്പോൾ വ്യക്തമാകും. റിനി സെഡ് ടു മീ, പ്ലീസ് ഹെൽപ്പ് മീ to get out of this room. Rini said to me, please help me to get out of this room. ഇത് നാം റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇതൊരു റിക്വസ്റ്റ് ആണ്. ഇത് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ റിനി സെഡ് ടു എന്നതിന് പകരം ടോൾഡ് എന്നാണ്. ടോൾഡ് പറഞ്ഞാൽ പിന്നെ ടു ആവശ്യമില്ല. ടോൾഡ് ആരോടെങ്കിലും പറയുന്നതിനാണ്. സേ എന്ന് പറയുമ്പോൾ ആരും ഇല്ലാതെ തന്നെ നാം പറയുന്നത് സേ എന്ന് അതിനർത്ഥമുണ്ട്. ടോൾഡ് എന്ന് പറയുമ്പോൾ ഒരാളോട് പറയുന്നതിനാണ് നാം ടോൾഡ് എന്നത് ഉപയോഗിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ടു എന്ന പ്രിപ്പോസിഷന്റെ ആവശ്യമില്ല. അപ്പോൾ റിനി ടോൾഡ് മീ എന്താണ്, പ്ലീസ് ഹെൽപ്പ് മീ ടു ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് റൂം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നേരത്തെ പറഞ്ഞു ആ റിനി പറഞ്ഞ കാര്യങ്ങൾ അല്പസമയത്തിന് ശേഷം ആവർത്തിക്കുകയാണ് നാം ചെയ്യുന്നത്. റിനി റിക്വസ്റ്റഡ് മീ. എന്തിനാണ് റിക്വസ്റ്റഡ് എന്ന് ചേർക്കുന്നത്? പ്ലീസ് എന്ന് നാം ഒഴിവാക്കി. റിനി ആ സന്ദർഭത്തിൽ പറഞ്ഞതാണ് പ്ലീസ് എന്നുള്ളത്. അപ്പോൾ ആ പ്ലീസ് എന്ന് ഒഴിവാക്കുന്നത് കൊണ്ട് നാം ചേർക്കുന്നതാണ് റിക്വസ്റ്റഡ്. റിനി റിക്വസ്റ്റഡ് മീ ടു ഹെൽപ്പ് ഹർ ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് റൂം എന്നുള്ളതിന് ഇപ്പോൾ റൂം നമ്മുടെ മുമ്പിൽ ഇല്ല, അതുകൊണ്ട് നാം പറയുന്നു ടു ഗെറ്റ് ഔട്ട് ഓഫ് that room. Next, മറ്റൊരു എക്സാമ്പിൾ. The teacher
സെഡ് ടു രാജേഷ്, ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് ക്ലാസ് ഓർ ഗെറ്റ് ഔട്ട് ഓഫ് ദ ക്ലാസ്. ആ പറയുന്നതിന്റെ ആ ടോണ് നാം പിന്നെ ആവർത്തിക്കുമ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ കേൾക്കുന്നയാൾക്ക് ടീച്ചർ ഏതു രൂപത്തിലാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ആ ടോൺ അനുസരിച്ച് നാം പറയുന്നു. ദ ടീച്ചർ ഓർഡേർഡ് രാജേഷ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദ ക്ലാസ്. ടീച്ചർ എന്താ പറഞ്ഞത്? ഗെറ്റ് ഔട്ട് ഓഫ് ദ ക്ലാസ് ഓർ ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് റൂം. ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് റൂം എന്നാണെങ്കിൽ ദ ടീച്ചർ ഓർഡേർഡ് രാജേഷ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദാറ്റ് റൂം. ഇനി ക്ലാസ് ആണെങ്കിൽ ദ ടീച്ചർ ഓർഡേർഡ് രാജേഷ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദ ക്ലാസ്. ടു ഗെറ്റ് ഔട്ട് ഓഫ് ദ ക്ലാസ്. എന്തിനാണ് ഓർഡേർഡ് എന്ന് പറയുന്നത്? ആ ടോൺ, ആ ടീച്ചർ പറഞ്ഞത് ഏത് അർത്ഥത്തിലാണ് എന്നത് കേൾവിക്കാരന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയാണ് റിക്വസ്റ്റ്, കമാൻഡ് തുടങ്ങിയ സെന്റൻസസ് നാം റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടുതൽ എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുന്നതാണ്. മറ്റൊരു എക്സാമ്പിൾ പറയാം. ഹി സെഡ് ഗെറ്റ് യുവർ കോട്ട് ടോം. ഹി സെഡ് ഗെറ്റ് യുവർ കോട്ട് ടോം. എന്താണ് അത്? ഓർഡറുമല്ല റിക്വസ്റ്റുമല്ല എന്ന്, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് വ്യക്തമാക്കേണ്ടതില്ല എങ്കിൽ നമുക്ക് പറയാം ഹി ടോൾഡ് ടോം ടു ഗെറ്റ് ഹിസ് കോട്ട്. ഹി ടോൾഡ് ടോം ടു ഗെറ്റ് ഹിസ് കോട്ട്. അപ്പോൾ അതിൽ മാറ്റം എന്തൊക്കെയാണ് വന്നത്? ഹി സെഡ് എന്നുള്ളത് ടോൾഡ്. ചോദ്യത്തിലുള്ളത് ഹി സെഡ് ഗെറ്റ് യുവർ കോട്ട് ടോം എന്നാണ്. നാം ആൻസറിൽ ടോമിനെ ഇപ്പുറത്ത് കൊണ്ടുവന്നു. ഹി ടോൾഡ് ടോം ടു ഗെറ്റ് യുവർ കോട്ട് എന്നുള്ളത് ടു ഗെറ്റ് ഹിസ് കോട്ട് എന്നാവും. ഇനി ഒരാളോട് ഒരു സജഷൻ പറയുകയാണെന്ന് നോക്കുക. യു ഹാഡ് ബെറ്റർ ഗോ ഫാസ്റ്റ് ജോൺ. യു ഹാഡ് ബെറ്റർ ഗോ ഫാസ്റ്റ് ജോൺ. സജഷൻ പറയുന്നതിന് ഉപയോഗിക്കുന്നതാണ് ഹാഡ് ബെറ്റർ. യു ഹാഡ് ബെറ്റർ ഗോ ഫാസ്റ്റ് ജോൺ. ഹി സെഡ്. അത് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഷീ അഡ്വൈസ്ഡ് ആരാണ്? ജോൺ ടു ഗോ ഫാസ്റ്റ്. എന്താണ് അഡ്വൈസ്ഡ് എന്നുള്ള റിപ്പോർട്ടിംഗ് വേർബ് ഉപയോഗിക്കാൻ കാരണം? യു ഹാഡ് ബെറ്റർ എന്നുള്ളത് ഒരു സജഷൻ ആണെന്ന് നമുക്കറിയാവുന്നത് കൊണ്ട് അഡ്വൈസ് ചെയ്തു എന്ന അർത്ഥത്തിൽ ഷീ അഡ്വൈസ്ഡ് ജോൺ ടു ഗോ ഫാസ്റ്റ്. ഇനി മറ്റൊരു എക്സാമ്പിൾ. ഡോണ്ട് സ്വിം ഔട്ട് ടു ഫാർ ബോയ്സ്, ദ ടീച്ചർ സെഡ്. ബോയ്സിനോട് പറഞ്ഞാണ്, ടീച്ചർ പറഞ്ഞാണ്. അപ്പോൾ നാം അത് റിപ്പോർട്ട് ചെയ്ത് പറയുമ്പോൾ the teacher warned the boys not to, don't എന്നുള്ളത് മാറി not to swim out too far. not to swim out too far. don't എന്നുള്ളത് not to എന്നായി മാറി. ഇങ്ങനെയാണ് കമാൻഡ്, റിക്വസ്റ്റ് പോലെയുള്ള സെന്റൻസ് നാം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ് റിപ്പോർട്ടഡ് സ്പീച്ച് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്നും എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നും എന്നുള്ള പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പരീക്ഷയ്ക്ക് ഇതിൽ അല്പം കൂടെ വ്യത്യസ്തമായിട്ടുള്ള, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് ക്വസ്റ്റ്യൻ ആണ് ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിൽ ചോദിക്കുന്നത്. പക്ഷേ അത് മനസ്സിലാക്കണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. എങ്ങനെ ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യാമെന്നും ഈ രൂപത്തിലല്ലാതെ, ഈ പറഞ്ഞ രൂപത്തിലല്ലാതെ മറ്റ് രൂപത്തിൽ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാമെന്നതിനെക്കുറിച്ചും മറ്റൊരു വീഡിയോയിൽ നമുക്ക് വിശദീകരിക്കാം. വീണ്ടും കാണുന്നത് വരെ താങ്ക് യു ഫോർ ലിസണിങ് ടു മീ. ഹാവ് എ നൈസ് ഡേ.